ദൈവത്തിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ രാത്രികാലം ദൈവം നമ്മൾ ശ്രേഷ്ഠകരമായിട്ട് വഴി നടത്തിയ ദൈവത്തിൻ്റെ അളവറ്റ മഹാദയ്ക്ക് ദീർഘക്ഷമിക്കാൻ ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. അനേകർ നമ്മുടെ സമപ്രായക്കാർ രോഗത്തിലും കർത്താവെ അനവധി കെടുതികളിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പോകുമ്പോഴും സ്വർഗത്തിലെ ദൈവം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വലിയ സാവകാശത്തിലാ തന്ന ദൈവമേ, ആരോഗ്യത്തിന് കൃപയ്ക്കായി ദൈവത്തെ ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് വാഴ്ത്തുവാൻ ദൈവം നൽകിയ വലിയ ഭാഗ്യമാണ് കർത്താവ്. നമ്മളെ ഓരോരുത്തരെയും ഇന്ന് പകൽക്കാലം ഇന്ന് പ്രഭാതത്തിൽ നിറയ്ക്കട്ടെ. കർത്താവിനെ നിങ്ങളുടെയും ജീവിതത്തിൽ അനവധി കഷ്ടത്തിലൂടെ ക്ലേശത്തിലൂടെ കടത്തിവിട്ടെങ്കിലും കർത്താവ് നന്മയ്ക്കായി ചില അടയാളത്തോടുകൂടി പുറത്തിറക്കിയെങ്കിൽ ദൈവത്തിന് നമ്മളോടുള്ള വലിയ മാറ്റമില്ലാത്ത സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളവും കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളവും കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷിയായി പോറ്റുന്നവൻ, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാത്തുകൊള്ളും, കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാത്തുകൊള്ളും. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളവും കൂടെയുള്ളവൻ. ആരും മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളവും കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ ഒരു നാളും മറക്കുമോ? ഒരു നാളും മറക്കുമോ? ദൈവത്തിൻ്റെ ധന്യമേറിയ തിരുനാമം ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കുന്ന ഞാൻ വലിയ സാക്ഷ്യത്തോടുകൂടി ദൈവം എന്നെ നിർത്തിയത്. ഏകദേശം എൻ്റെ കുടുംബം കോതമംഗലം എന്ന പ്രദേശത്താണ്. അവിടെ നിന്ന് ഞങ്ങൾ എനിക്ക് 3 സഹോദരിമാരും ഒരു പിതാവും മാതാവും ഉണ്ട്. പിതാവ് മാറ്റപ്പെട്ടു ഈ ലോകത്തുനിന്ന്. ഏകദേശം 23 വർഷം അടുത്തായി പിതാവ് മാറ്റപ്പെട്ടിട്ട്. എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ നിങ്ങളോടൊപ്പം ഒരു ടെക്സ്റ്റ് മണിയായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നു. കർത്താവിനെ നിർത്തിയതാകട്ടോ. ഞാൻ എൻ്റെ കൃപയോ എൻ്റെ മിടുക്കോ എൻ്റെ പ്രാപ്തി കൊണ്ട് നിന്നതല്ല. വൈദ്യശാസ്ത്രം എന്നെ ഉപേക്ഷിച്ചു. രോഗക്കിടക്കയിൽ ഞാൻ അഭയം പ്രാപിച്ച് ചില മാസങ്ങളിൽ ഞാൻ അഭയം പ്രാപിച്ച് പ്രതിസന്ധികളിൽ കടന്നു പോയപ്പോൾ എൻ്റെ പേരൻസിനോട് ഡോക്ടേഴ്സ് പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിന് ഇത് കഴിയത്തില്ല, ഇതേറിയ ട്രീറ്റ്മെൻ്റ് എടുക്കണം, മുൻപോട്ട് ഭാവി ഉണ്ടോ എന്ന് അറിയത്തില്ലെന്നെല്ലാം അനവധി കാര്യങ്ങൾ എഴുതി കുറിച്ച് പറഞ്ഞു. ഏകദേശം
ഏകദേശം ഒരല്പകാലം ഞാൻ ട്രീറ്റ് എടുത്തുവെങ്കിലും സ്വർഗത്തിലെ ദൈവം കൊച്ചുപ്രായത്തിലെ എൻ്റെ പിതാവിൻ്റെ മാതാവ് ദൈവത്തെ അറിഞ്ഞൊരു വ്യക്തിയായിരുന്നു. സഹോദരിമാർ ദൈവത്തെ അറിഞ്ഞായിരുന്നു. അവരുടെ കൂടെ കൊച്ചുപ്രായത്തിലെ യേശുപ്പച്ചനെ സ്തുതിക്കുവാൻ അറിഞ്ഞ യേശുപ്പച്ചനെ തിരിച്ചറിയാൻ ദൈവം എന്നെ സഹായിച്ചു. കടന്നുപോയി, ആരാധനയ്ക്ക് പോയി, ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. കുറച്ച് കാലം കൊണ്ട് ഒന്നാം ക്ലാസ്, 2ാം ക്ലാസ്, അങ്ങനെ ചില ഘട്ടങ്ങളൂടെ കഴിഞ്ഞപ്പോൾ ഡയറക്റ്റായിട്ട് പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വരികയും എൻ്റെ രോഗത്തിന് വലിയ വിടുതൽ കൽപ്പിക്കുകയും ചെയ്തു. ദൈവായുസ്സോടെ എന്നെ നിർത്തി. കർത്താവ് വൈദ്യശാസ്ത്രം പറഞ്ഞു ഏറിയ കാലങ്ങളിൽ മെഡിസിൻ എടുക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് വായിക്കൊണ്ട് സ്വീകരിക്കുവാനും പറയുവാനും ജലത്തിൽ സാക്ഷീകരിക്കണമായ ചില ഘട്ടങ്ങളിലൂടെ കർത്താവിനെ കയറ്റിയിറക്കേണ്ടി വന്നപ്പോൾ യേശു കർത്താവിനെ സ്വീകരിക്കുവാൻ തയ്യാറായി. അന്ന് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ വലിയ വിടുതലുകൾ നൽകി, അഭിഷേകത്താൽ നിറച്ചു. ആത്മാവിൻ്റെ ശക്തിയാൽ ആദ്യ കാലഘട്ടത്തിലെ ആത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച് സ്റ്റാർട്ടിങ്ങിലെ അഭിഷേകം കിട്ടിയ ഉടനെ പ്രവചിക്കാൻ ഞാൻ തുടങ്ങി. കർത്താവ് വ്യത്യസ്തമായിട്ട് എൻ്റെ പേരൻസിൽ നിന്നും സഹോദരികളിൽ നിന്നും ഡിഫറൻ്റ് ആക്കി എന്നെ മാറ്റിയെടുക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. പഠിച്ച സ്ഥലങ്ങളിലെല്ലാം പെന്തക്കോസ്ത് സ്ഥലമായിരുന്നു. അവിടെ എല്ലാം നിന്ന് ആത്മാവിൽ ഒരു തീയായിട്ട് പുറത്തു വരുവാൻ സഹായിച്ചു. രോഗമെന്ന് പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം വേദനകൾ വരും, കഷ്ടങ്ങൾ വരുമ്പോഴെല്ലാം കർത്താവിൻ്റെ സന്നിധി ഞാൻ നെടുമാട് വീടും പ്രാർത്ഥിക്കും. എവിടെ വേദന വരുന്നോ ആ സ്ഥലത്ത് ഞാൻ കരം വെച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, എൻ്റെ കർത്താവിൻ്റെ അടിപ്പിണരാൽ എനിക്കൊരു സൗഖ്യം കൽപ്പിക്കണം. വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ പോയി ദൈവമേ എൻ്റെ വിദ്യാഭ്യാസം കളഞ്ഞ് എൻ്റെ ഭാവിയെ കളഞ്ഞ് ദുഷ്ടൻ എൻ്റെ മേലെ ദൃഷ്ടിക്കുവാൻ സ്വർഗം അനുവദിക്കുന്നതെന്ന് വചനം പറഞ്ഞ് കൊച്ചുപ്രായത്തിലെ ഞാൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. സ്വർഗത്തിലെ ദൈവം എന്ന് പറയട്ടെ, അത്ഭുതമന്ത്രി, അവീരനാ ദൈവമാ, നിത്യപിതാവ്, സമാധാന പ്രഭുവാ, എൻ്റെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് കർത്താവ് എന്നെ ആദരിക്കാൻ തുടങ്ങി, എന്നെ മാനിക്കാൻ തുടങ്ങി. പ്രതിസന്ധികളുണ്ട്, കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ പേരൻസിൻ്റെ ഒന്നും നോക്കിയില്ല. ഞാൻ എൻ്റെ യേശുപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കി. കർത്താവിന് വേണ്ടി വിശ്വസ്തയോടുകൂടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ അനവധി ഘട്ടത്തിലൂടെയും പ്രതിസന്ധികളിലൂടെ എല്ലാം കയറിയെങ്കിലും എൻ്റെ പിതാവിൻ്റെ സഹോദരിമാരും എൻ്റെ പിതാവിൻ്റെ മാതാവെല്ലാം ദൈവസന്നിധിയിൽ നിൽക്കുന്നവരായിരുന്നു. എൻ്റെ മാതാവ്, എൻ്റെ പിതാവിൻ്റെ മാതാവ് എന്ന് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടിരിക്കുന്ന ഒരു ദൈവമകളാണ്. പക്ഷേങ്കിലും അവരെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മാതാവിൻ്റെ സഹോദരിമാരും എൻ്റെ പിതാവിൻ്റെ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, 4 പെൺപിള്ളേർക്കും വേണ്ടി. പക്ഷെ വ്യത്യസ്തമായിട്ട് കർത്താവ് നമ്മുടെ ഹൃദയത്തിലെയും നിങ്ങളുടെ ഹൃദയത്തിലെ നല്ല ആഗ്രഹങ്ങൾ നിവർത്തിക്കുന്ന ദൈവമാ. ആ കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് പിന്മാറുവാൻ എൻ്റെ സ്വർഗം സമ്മതിച്ചില്ല. രോഗമില്ലാത്തത് കൊണ്ടല്ല, പ്രതിസന്ധി ഇല്ലാത്തത് കൊണ്ടല്ല, പ്രതികൂലമില്ലാത്തത് കൊണ്ടല്ല. എൻ്റെ അറിഞ്ഞ യേശുപ്പച്ചനെ രുചിച്ചറിഞ്ഞ ആളാണ് ഞാൻ. ഒരാൾ വന്ന് പ്രവചിച്ച് ദൂത് പറഞ്ഞ് അഭിഷേകം പ്രാപിച്ചതല്ല ഞാൻ. കർത്താവിൻ്റെ വ്യക്തവും കൃത്യമായിട്ട് എന്നോട് ഇടപെട്ട് വലിയൊരു മീറ്റിങ്ങിലാണ് ആദ്യമായിട്ട് എൻ്റെ പഠന കാലഘട്ടത്തിൽ 7ാം ക്ലാസ്സിൽ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നു. കർത്താവിൻ്റെ സന്നിധി ഇരുന്ന സ്ഥലം പോലും മറന്ന് ഞാൻ ആത്മാവിലാകുവാൻ ദൈവം എന്നെ സഹായിച്ചു. അന്ന് മുതൽ എന്നെ ഒത്തിരി അനവധി പ്രതിസന്ധികൾ ഒത്തിരി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നെങ്കിലും യേശുപ്പച്ചനെ വിട്ടിട്ട് ഓടുവാൻ എൻ്റെ സ്വർഗം എന്നെ അനുവദിച്ചില്ല. നിങ്ങളോടൊപ്പമായിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ മുൻപിൽ നിന്നിട്ടല്ല. കർത്താവിന് എന്നെ നിങ്ങളെക്കുറിച്ച് ഇന്ന് പകൽക്കാലം എൻ്റെ ടെസ്റ്റ്മണി കേൾക്കുന്നവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, നിങ്ങളോടും കർത്താവ് ഒരു വാഗ്ദത്തം അറിയിച്ചിട്ടുണ്ടോ? ദൈവം ഒരു ദൂത് അറിയിച്ചിട്ടുണ്ടോ? അത് ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ നിവർത്തിക്കുവാൻ ദൈവം വിശ്വസ്തന. ഒരുപക്ഷെ എൻ്റെ പേരൻസ് അന്ന് വൈദ്യശാസ്ത്രത്തിൻ്റെ മാത്രം പുറകിൽ പോയായിരുന്നെങ്കിൽ ഞാനിന്ന് മൺമറയും. അവർ പറഞ്ഞ ഡേറ്റ് എല്ലാം കഴിഞ്ഞ ലോകത്തിലെ മൺമറഞ്ഞ വർഷങ്ങൾ തീരാം. പക്ഷേ വൈദ്യശാസ്ത്രം അല്പകാലം ആശ്രയിച്ചിട്ട് ഞാൻ കർത്താവിലേക്ക് ഉറച്ചു. കർത്താവിൻ്റെ സന്നിധി ഞാൻ താഴ്ന്നു കൊടുത്തു. കർത്താവെ, ഞാൻ ഏതുമില്ല, ഒന്നുമില്ല, അപ്പാ എന്നോടൊന്ന് ഇടപെടണേ. എൻ്റെ കർത്താവ് ഇതുവരെ ആയുസ്സോടെ, ബലത്തോടെ, സന്തോഷത്തോടെ എന്നെ നിർത്തിയെങ്കിൽ പ്രതികൂലത്തെ കണ്ട് ഞാൻ ഓടിയില്ല, പ്രതികൂലത്തെ കണ്ട് ഞാൻ ഒളിച്ചില്ല. എനിക്കൊന്നറിയാം, വിളിച്ച ദൈവം വിശ്വസ്തന, വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല. ആ കരത്തിൽ ഞാൻ മുറുകെ പിടിച്ചു നിന്നുകൊണ്ട് കൃപയാൽ നിങ്ങളോടൊപ്പം ഒരു ടെസ്റ്റ് മണിയായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ അഭിഷേകത്തോടെ നിർത്തിയത്. ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിനക്ക് രോഗം വന്നിട്ടോ നിന്റെ കുടുംബക്കാരെ നോക്കിയിട്ടോ ഒന്നും ദൈവസന്നിധി നിൽക്കരുതേ. ദൈവമക്കളെ, ദൈവ അഭിഷക്തരെ, കുഞ്ഞുങ്ങളെ, എനിക്ക് പറയുവാനുള്ളത്, ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. എൻ്റെ 3 സഹോദരികളും വ്യത്യസ്തമായിട്ട് കർത്താവ് എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത്. ഞാൻ ആരെ നോക്കില്ല, പിതാവിനെ നോക്കില്ല, മാതാവിനെ നോക്കില്ല, സഹോദരങ്ങളെ നോക്കില്ല, ചാർച്ചക്കാരെ നോക്കില്ല. എല്ലാ സൺഡേയും എല്ലാ ഫ്രൈഡേയും ഞങ്ങൾ പോകുന്നത് ദീർഘദൂരം നടന്ന ഏകദേശം 2-3 കിലോമീറ്ററോളം ദൂരെ നടന്ന് ഞങ്ങൾ ചില സെപ്പറേറ്റ് പ്രാർത്ഥനകൾ കൂടെ അവിടെ എല്ലാം നടക്കുമ്പോൾ എൻ്റെ പിതാവിൻ്റെ മാതാവിനോട് ചോദിക്കുമ്പോൾ വയ്യ, ഈ ബൈബിൾ ആര് ചുമക്കും? എൻ്റെ
പിതാവിൻ്റെ മാതാവിന് കർത്തൃസന്നിധി ചേർക്കപ്പെട്ടു. അവരെന്നോട് പറയും, മക്കളെ എന്നിത് ചുമന്ന നാളുകളിൽ നിങ്ങളെത് ചുമക്കും? കൃപയാൽ എൻ്റെ അമ്മ നിത്യതയിലാണെങ്കിൽ പോലും അന്ന് ആ വചനം ചുമന്നതുകൊണ്ടായിരുന്നു കൃപയാൽ നിങ്ങളോടൊപ്പം ഒരു ടെസ്റ്റ് മണിയായിട്ട് നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയൊരു ഭാഗ്യമാക്കി. ഞാൻ പറയട്ടെ, ആരെങ്കിലും ബൈബിൾ മുഖാന്തരം, ബൈബിൾ ചുമന്നത് മുഖാന്തരം, യേശുപ്പച്ചനെ തിരിച്ചറിഞ്ഞത് മുഖാന്തരം ഒറ്റയ്ക്കാണോ നീ നിന്റെ ഭവനത്തിൽ നിന്ന് ടെസ്റ്റ് മണിയാക്കുന്ന ദൈവമക്കളെ? നീ ഒറ്റയ്ക്കാണോ ഇറങ്ങിയതെങ്കിൽ നീ ഭാരപ്പെടണ്ട കേട്ടോ. നിന്നെ എല്ലാവരും തള്ളി മാറ്റിവിട്ട് കഴിവിൽ നിന്നും പ്രാപ്തിയിൽ നിന്നും എഴുതി തെളിയാലും സ്വർഗത്തിലെ ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം പുറത്തിറക്കുവാൻ ദൈവം വിശ്വസ്തനാ. ഇനി ടെസ്റ്റ് മണി കേൾക്കുന്ന ആരെങ്കിലും കർത്താവിനെ കുടുംബത്തിൽ നിന്ന് ഒറ്റയ്ക്കായി ഇറങ്ങിയതെങ്കിൽ, ചർച്ചക്കാരില്ല, വീട്ടുകാരില്ല, പിതാക്കന്മാരില്ല, ഭർത്താവില്ല, കുഞ്ഞുങ്ങളില്ല, ആരുമില്ല, നീ ഒറ്റയ്ക്കാണ് ദേവാലയത്തിൽ രഹസ്യമായിട്ട് കർത്താവിൻ്റെ സന്നിധി പോ. നീ ഭാരപ്പെടണം കേട്ടോ. ഇന്ന് നീ പുസ്തകം നീ പെട്ടകം നീ ചുമത്തുന്നു, നാളെ പിൽക്കാലത്ത് സ്വർഗത്തിലെ ദൈവം അത് നിന്നെ ചുമക്കുവാനിടയാകുമെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് മുമ്പിൽ, നിങ്ങളുടെ മുൻപിലേക്ക് എനിക്ക് ഒരു വചനം തന്നിട്ടുണ്ട്. അല്പനേരത്തെ ചിന്തിക്കാൻ ഞാനൊരു വചനം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പം നമ്മളോട് ഇന്ന് പകൽക്കാല ഉൽപ്പത്തിയിൽ പറയുന്നതന്നെ, അബ്രഹാമിനോട് പറയുക, ഞാൻ അരുളി ചെയ്തത് നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ടിട്ടു ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്കാണ്. ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. അപ്പം ഇന്ന് എൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർത്താവ് നമ്മളോട് പുറപ്പെടാൻ പറഞ്ഞാൽ, അബ്രഹാം ഈ ഉൽപ്പത്തിയിൽ പറയുന്നത് എന്താ? അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞോളൂ, നിന്റെ പിതൃഭവനം ദേശം ചാർച്ചക്കാരെ വിട്ടു നീ പോകണം. ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വിടേണ്ടതിന് വിടാതെ, ചിലതിനെ പിടിച്ചു വെച്ച്, വിടേണ്ടതിനെ മറന്നു കളയാതെ, ചിലതിന് പിൻപറ്റി നിൽക്കുന്ന ചില അവസ്ഥകളുണ്ട്. ഇന്ന് പകൽക്കാലം എൻ്റെ ഈ വചനം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ അറിയിക്കുക, നീ വിടേണ്ടതിന് വിട്ട്. അബ്രഹാം ഒന്നും പുറകോട്ട് നോക്കിയില്ല. പിതൃഭവനം, ദേശം, ചാർച്ചയും പട്ടണം എല്ലാം വിട്ടു. കർത്താവ് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടപ്പോൾ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത വാക്യം വായിക്കുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ, 2-ാം വാക്യം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. അപ്പം കർത്താവ് പറഞ്ഞ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. കർത്താവ് എന്നോട് നിങ്ങളോട് പറയുക, ഞാൻ നിങ്ങളോട് പുറപ്പെടാൻ പറഞ്ഞാൽ പുറപ്പെട്ടണം. ഇന്ന് പ്രഭാതത്തിൽ പറയുക, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും. ഒരുപക്ഷെ നീ ജനിച്ച വീട്ടിലായിരിക്കാം, നീ ചെന്ന് കയറിയ ഭവനത്തിലായിരിക്കാം, നീ ഒറ്റപ്പെട്ടേക്കാം, അവിടെ എല്ലാം നിനക്ക് പേരൊന്നും കാണത്തില്ല കേട്ടോ, മേലെഴുത്തൊന്നും വരണ്ട. പക്ഷെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. പരിശുദ്ധാത്മാവിന് ആരോടൊക്കെ പറയുക, ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന ഭവനത്തിൽ, ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന പട്ടണത്തിൽ, ഞാൻ നിന്നെ ആക്കിയിരിക്കുന്ന ദേശത്തിൽ. ഇന്ന് എൻ്റെ ഈ ടെസ്റ്റ് മണി, ഈ മെസ്സേജും കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, ഞാൻ നിന്നെ അയച്ച ശുശ്രൂഷ മണ്ഡലത്തിലാണ്. ഉൽപ്പത്തി 12:1 പറഞ്ഞു, അബ്രഹാമിനോട് പറഞ്ഞു, വിട്ടിട്ട് പോരാനാ പറഞ്ഞു. 2-ാം വാക്യത്തിലേക്ക്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേര് വലുതാക്കും. അപ്പം വിട്ടിട്ട് പോതാൻ നിന്റെ പേര് വലുതാക്കും, വലിയൊരു ജാതിയാക്കും. വലിയൊരു ജാതികളുടെ മുൻപിലേക്ക് കർത്താവ് നിന്നെ അയക്കുന്നെങ്കിൽ, അവിടെ നിന്റെ ലൈഫിൽ ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ കർത്താവ് അവിടെ നിന്നെ ആദരിക്കും. നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ ആക്കിയിരിക്കുന്ന ഭവനമാണോ, പട്ടണമാണോ, ഏത് മണ്ഡലത്തിലാണ്, കർത്താവ് നിന്നെ ആദരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഈ നാളുകളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അബ്രഹാം ചോദിച്ചതുപോലെ, കർത്താവേ, അപ്പാ എന്നോട് എന്താ അരുളി ചെയ്യുന്നത്? ഈ അടിയനിതാ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ പരിശുദ്ധാത്മാവിന് പുറക്കാലം ചുടകന ഘടകം, ഋഗധ്വനി ഘടക, ശമന ഘടകം, അറധന ഘടക, ശന്തരേ ഋഖമന ഘടകം, തുരിശമാനകം, അടകസ്യ ഋഗധ്വനി വൈഡവാരവ ശന്തരി. ആരുടെയൊക്കെ പരിശുദ്ധാത്മാവ് പറയുക, പുറപ്പെടാൻ യേശുപ്പച്ചൻ പറഞ്ഞ പുറപ്പെട്ടണം. ഒന്നും നോക്കണം, നിനക്കുള്ളത് കയ്യിൽ കിട്ടുന്നതുമായിട്ട് നീ ഇറങ്ങിത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഏൽപ്പിച്ച മണ്ഡലത്തിൽ നിന്നെ അനുഗ്രഹിച്ചു, നിന്റെ പേരും വലുതാക്കും. നീ അവിടെ അനുഗ്രഹമായിരിക്കും. ആര് നിന്നെ ശപിച്ചാലും, ആര് നിന്നെ മാറ്റി നിർത്തിയാലും, ആര് നിന്നെ അപമാനപ്പെടുത്തിയാലും എൻ്റെ ദൈവം പേര് വലുതാക്കാണ്. നിന്നെ അനുഗ്രഹിച്ചു, നിന്നെ അനുഗ്രഹമാക്കി അനുഗ്രഹ വിഷയമാക്കിയിരിക്കുക. എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച്, എന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ പിശാച് എത്ര വിധത്തിൽ ആഞ്ഞടിച്ച് നിനക്കെതിരായിട്ട് എഴുന്നേറ്റാൽ സ്വർഗത്തിലെ ദൈവം പറയുന്നു,
എല്ലാം നീ വിടുക. ഭവനം, ചാർച്ച, ദേശം എല്ലാം വിട്ടിട്ട് എല്ലാം നീ മറക്കണം. എല്ലാം നീ മറന്നിട്ട്, കർത്താവേ എന്നോട് യേശുപ്പ അങ്ങേക്ക് എന്താ സംസാരിക്കാനുള്ളത്? എന്താ എന്നെക്കുറിച്ചുള്ള പദ്ധതി എന്താ? എന്നെക്കുറിച്ചുള്ള പ്ലാനുകൾ എന്താണ്? ഈ ദിവസക്കാലം മെസ്സേജ് കേൾക്കുന്ന ആരോടൊക്കെ പരിശുദ്ധാത്മാവൂടെ നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ച് കർത്താവിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുവാൻ തയ്യാറാണെങ്കിൽ, സ്വർഗത്തിലെ ദൈവം എന്നെ മാനിച്ചോണം, എന്നെ ആദരിച്ചോണം, എൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ടെന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളെ മാനിക്കുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തൻ. അറങ്കെട്ടി വായുടെ ജാരം ദുരിഘടക ശമനഘടക അറനഘടകസ്യ റിഘാലഘടകസ്യ. ചില രോഗികൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ടെസ്റ്റ് മണി, ഈ മെസ്സേജ് കേൾക്കാൻ പോവാം. അവർക്കായി ഞാനൊരു ദൂതറിയിക്കാം. നീ എത്ര മാരക രോഗത്തിൽ പോകുന്ന വ്യക്തിയാണോ, അടിപ്പിണരുകളാൽ എൻ്റെ ദൈവത്തിന് സൗഖ്യം കൽപ്പിക്കാൻ കഴിയും. എൻ്റെ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. എൻ്റെ അപ്പച്ചൻ എന്നെ അടിപ്പിണരുകളാൽ സൗഖ്യപ്പെടുത്തിയത് കൊണ്ടാണ് നിങ്ങളോടൊപ്പം ഒരു മെസ്സേജ്, ഒരു ടെസ്റ്റ് മണി, ഒരു ഗാനം തരുവാൻ, പാടുവാൻ സ്വർഗത്തിലെ വായ്സോടെ എന്നെ നിർത്തിയത്. മനുഷ്യൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയില്ല, വൈദ്യശാസ്ത്രത്തിലേക്ക് ഞാൻ നോക്കിയില്ല കേട്ടോ, ക്രിസ്തുവിലേക്ക് നോക്കി. നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധാത്മാവിനാൽ പറയാം, നീ ഉറയ്ക്കും. അബ്രഹാം കേട്ടതുപോലെ ആ വിളി കേൾക്കുവാൻ ഈ നാളുകളിൽ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൊച്ചു സന്ദേശത്തിന് വിരാമം ഇടുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.